Yes, good morning. Good morning, sir. Good morning. Morning. Good morning, sir. Good morning, sir. Good morning. Good morning. ആരംഭിച്ചാലോ? Let us start. Yes, sir. Okay. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു നിർത്തി. നമുക്ക് ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ പാസീവ് വോയിസിലേക്ക് വന്നിട്ടില്ല. ഇന്ത്യൻ സ്പീച്ചിലോട്ട് കടന്നിട്ടില്ല. കടന്നില്ല. പ്രിയ ജോസ്, ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ പറഞ്ഞിരുന്നോ? റിപ്പോർട്ടഡ് സ്പീച്ച് പറഞ്ഞായിരുന്നു. ഏത് ടെൻസാണ് നമ്മൾ പറഞ്ഞത്? സാറ് ഡൗട്ട് ഉണ്ട്. സെന്റൻസ് വായിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം. ലാസ്റ്റ് എക്സസൈസിൽ സെന്റൻസ് വായിച്ചാൽ. ഞാൻ ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയും അതാണ് എഴുതിയിട്ടുള്ളൂ. സ്റ്റഡിയിലാണ് എഴുതിയത് അല്ലെങ്കിൽ സ്റ്റഡിയാണ്? ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ താഴെ കുറച്ച് എക്സസൈസ് വന്നിട്ടുണ്ട്. സാറ് എന്റെ കംപ്ലീറ്റ് അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായത് ആരാണ്? ഐശ്വര്യ ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല സാർ, എനിക്ക് കയറാൻ പറ്റിയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ. അക്ഷര? അക്ഷര
യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ലാസ്റ്റ് ചെയ്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ഓർമ്മ വരും. ശ്രുതി സമിത്, റെജീന. നോ സർ, ഞാൻ ഉണ്ടായില്ല. വെരി ഗുഡ്. ആരതി? ഓക്കെ, എന്നാ പോട്ടെ. സർ ഞാനും ഉണ്ടായിരുന്നില്ല. ഓക്കെ 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 യെസ് ഓക്കെ. അപ്പൊ എടുക്കുമ്പോ പറഞ്ഞാൽ മതി വ്യത്യാസം ഉണ്ടെങ്കിൽ. ഓക്കെ റെഡി, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പോർട്ട് സ്പീച്ചിനെ കുറച്ച് എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ? ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ യെസ്. ഒരു സ്ഥലത്ത് ഡയറക്റ്റ് നിന്നും അടുത്ത സ്ഥലത്ത് ഇൻഡയറക്റ്റ് നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കേസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ഐ എന്നുള്ളത് ഹീ ആവും അല്ലെങ്കിൽ ഷീ ആവും എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ടോ? അത് എഴുതിയിട്ടുണ്ട്. അത് I എഴുതി- ആ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ ഓക്കെ 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 യെസ്. സാർ ഒന്നുകൂടി പറഞ്ഞു തരുമോ ഇൻഡയറക്റ്റ് സ്പീച്ച്? എന്തോ? കഴിഞ്ഞ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരുമോ ഇൻഡയറക്റ്റ് സ്പീച്ച്? ഓക്കെ 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 പറയാം പറയാം. യെസ്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് കേട്ട ഒരു കാര്യം വേറൊരു സ്ഥലത്ത് എന്ന് നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പറയുന്നത്. അതായത് അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ, രാവിലെ അച്ഛൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഐശ്വര്യയോട് പറയുകയാണ്, ഞാൻ വൈകുന്നേരം 5 മണിയാകുമ്പോൾ വരാം എന്ന് പറഞ്ഞു പോയി. അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഐശ്വര്യ ചെയ്തിട്ട് ഐശ്വര്യയുടെ അമ്മയോട് പറയും. അപ്പൊ എങ്ങനെ പറയും? അച്ഛൻ പറഞ്ഞു ഞാൻ 5 മണിക്ക് വരാമെന്ന്, അപ്പൊ ഐശ്വര്യ 5 മണിക്കായി ഞാനെന്ന് പറയുന്നു. അച്ഛൻ പറഞ്ഞു അച്ഛൻ 5 മണിക്ക് വരാമെന്ന്, അങ്ങനെ തന്നെ പറയുന്നു. യെസ്, ആ ഒരു ചേഞ്ചസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നേരിട്ട് പറയുന്നു, ആ കേട്ട ആളോ അല്ലെങ്കിൽ ആ പറയുന്നത് ആരോടാണോ അയാൾക്കോ വേറൊരാളോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയുന്നു? ഇതാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ട് സ്പീച്ച് റിപ്പോർട്ട് സംതിങ്, ഓൾറെഡി പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ യെസ്. അപ്പോ ഇവിടെ ഒരാൾ പറഞ്ഞത് ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അല്ലെ? ഓക്കെ 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 അപ്പൊ ഞാൻ ആ വാചകം ഒന്നുകൂടി പറയുകയാണ്. നിങ്ങൾ വാചകം ഒന്ന് എഴുതിയെടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെ കുറിച്ച് പറയാം. ഷീ സെഡ്, നേരത്തെ എഴുതിയതാണെങ്കിൽ എഴുതി വെച്ചിട്ടുള്ളത് എഴുതുന്നത്. ഷീ സെഡ്, ഷീ സെഡ്, ഷീ സെഡ്. ഇതിന് വേണ്ടി കോമ്പൻ എഴുതുക. ഐ സ്റ്റഡി STUDY, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഷീ സെഡ്, അവള് പറഞ്ഞു ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം. ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്നുള്ള ഇൻവെർട്ടഡ് കോമയുടെ അകത്താണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 വെർബിനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വെർബ് സെഡ് എന്ന് പറഞ്ഞൊരു വെർബാണ്, മറ്റേത് സ്റ്റഡി എന്ന് പറയുന്ന ഒരു വെർബ്. 2 വെർബിനെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതില് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും. റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ സെഡ് എന്ന് പറയുന്നത് ഇവിടെ റിപ്പോർട്ടിംഗ് വെർബാണ്. യെസ്, ആ സെഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? സേ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സെഡ്. അപ്പൊ നമുക്ക് പറയാം സെഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മള് ആദ്യം നോക്കാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ തന്നിരിക്കുന്ന ഒരു വാചകത്തെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വേറൊരു നിയമമാണ്.
അത് നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം നമ്മൾ നോക്കുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ സെഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അത് അങ്ങനെ നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. യെസ്, അപ്പൊ ഐശ്വര്യ, ഷീ സെഡ്, അവള് പറഞ്ഞു, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം, ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഐശ്വര്യ? അവള് തന്നെയല്ലേ? അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഷീ സെറ്റ് എന്നുള്ളതിന് പകരം നമ്മൾ അവിടെ ഒരു പേര് കൊടുക്കുകയാണ്, രമണി സെറ്റ്. രമണി പറഞ്ഞു ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം എന്നാണെങ്കിൽ നമുക്ക് ആ ഐ എന്നുള്ള ഉദ്ദേശിക്കുന്നത് രമണിയാണല്ലോ. രമണി എന്നതിന് പകരം അവിടെ രാമൻ എന്നായിരുന്നെങ്കിൽ ഐ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ഹി ആയിരിക്കും വരെ അവിടെ. അത് മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ, അത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള ടെൻസ് നോക്കണം. അതാണ് പിന്നെ നമുക്ക് നോക്കേണ്ടത്. നോക്കിയേ, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം പറയാമോ ഐശ്വര്യ? ഏത് ടെൻസ് ആണെന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ് ആണ്. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് ഉണ്ട്, ഓക്കെ ഓക്കെ, ബേസ് ഫോം ആണ്. ശരിയാണ്, കറക്റ്റ് ആണ്. ഐ സബ്ജക്റ്റ് ആണ്. ഓക്കെ സന്ധ്യ, പിന്നെ സ്റ്റഡി എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണത്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നിയമം. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റി എഴുതണം? സിമ്പിൾ പ്രസന്റ്. അത് സിമ്പിൾ പാസ്റ്റ്. അത് നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഒരു സൈഡില് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിട്ട്, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഈ വാചകത്തിലോട്ട് തന്നെ മടങ്ങി വരാം. ഷീ സെഡ്, അവള് പറഞ്ഞു, ഐ സ്റ്റഡി ഇംഗ്ലീഷ് പോയം, ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കാറുണ്ട്. അപ്പോ ഈ രണ്ട് ഇൻവെർട്ടഡ് കോമ കളഞ്ഞ് നേരിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കണക്റ്റിംഗ് വേർഡ് നമ്മൾ ഉപയോഗിക്കും. ആ വേർഡിന്റെ പേരാണ് ദാറ്റ്. എന്താണ്? ദാറ്റ്. അപ്പൊ നമ്മളിവിടെ ഇത് ഇങ്ങനെ ആരംഭിക്കുന്നു. ഷീ സെഡ് ദാറ്റ്, അവൾ പറഞ്ഞു. ഷീ സെഡ് ദാറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്തേക്ക് വരാം. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് തന്നെയല്ലേ? അപ്പൊ ആ ഐ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമുക്ക് എന്ത് എഴുതാം? ഷീ എന്ന് എഴുതാം. ഷീ. കാരണം അവള് നേരിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ അവള് തന്നെയുണ്ട്. അപ്പൊ ഷീ എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണ്. അത് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ഓർക്കുക. അപ്പൊ നമുക്കറിയാം, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ഇവിടെ നമുക്ക് ഷീ എന്നുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് വേണം. സ്റ്റഡി എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സ്റ്റഡീഡ്. അപ്പൊ എല്ലാം കറക്റ്റ്. ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. ഇതാണ് എന്റെ ആൻസർ. അവൾ പറഞ്ഞു അവൾ ഇംഗ്ലീഷ് കവിത പഠിക്കാറുണ്ടെന്ന്. അങ്ങനെ വേറെ ആളോട് നമ്മൾ പറയണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം. അവള് പറഞ്ഞു, ഷീ സെഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ്. STUDIED. സിമ്പിൾ പ്രസന്റ് ആയിരുന്നു തന്നിരുന്നത്. അത് നമ്മൾ എങ്ങോട്ട് മാറ്റി? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് മനസ്സിലാവാതിരിക്കാൻ? മനസ്സിലായി സർ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ രണ്ടു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് വേറെ രീതിയിലോട്ടൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഒരെണ്ണം ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തത്. ഹീ സെറ്റ്. ഹീ സെറ്റ്. ഇവിടെ കോമയില്ല. ഐ സെഡ്, സോറി. I sing, SING, sing. I sing a song, SONG. I sing a song.
ഇൻവെർട്ടർ ഒന്ന് ക്ലോസ് ചെയ്യാം. ഐ സിംഗ് എ സോങ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് റിപ്പോർട്ട് സ്പീച്ചിലോട്ടൊന്ന് മാറ്റാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. പ്രിയ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ചെറിയൊരു അർത്ഥം കൊണ്ട് പറ്റിയതാണ്. ഓക്കെ, ശരിയാ. സിമ്പിൾ പ്രസന്റ് ആണ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അവിടെയാണ് തെറ്റ് പറ്റിയത്. ഓക്കെ സന്ധ്യ. ഓക്കെ ആരതി. യെസ്, ഇത് പറ്റി. ആരും അങ്ങനെ രണ്ടുപേരെല്ലാം പറഞ്ഞോളൂ. മനസ്സിലാൻ വഴിയുണ്ട് ഇതിനകത്ത്. അക്ഷര, ആരതി, ശ്രുതി, മിയ ജോണി, മെഹർബിനി. അപ്പൊ ഇതിന്റെ ആൻസർ തന്നെ എങ്ങനെയാണ്? ഹി സെഡ് ദാറ്റ്. ഐ എന്ന് പറഞ്ഞാൽ ഹി തന്നെയല്ലേ? ഹി സിംഗ് പ്രസന്റൻസ് ആണ്. അപ്പൊ എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റണം. സിംഗിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സാങ്, SANG, സാങ്. അപ്പൊ എന്ത് വരും? ഹി സെഡ് ദാറ്റ് ഹി സാങ് എ സോങ്. ഹി സാങ് എ സോങ്. ഓക്കെ, നെക്സ്റ്റ്. They said. They said. ഇപ്പൊ വളരെ സിമ്പിൾ ആയതുകൊണ്ട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലൊന്ന് ചാലാവാൻ വേണ്ടിയിട്ടാണ്. They said. ഇങ്ങോട്ട് കോമളാക്കില്ല. We love India. We love India. ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യാം. ഇത് വായിച്ചു നോക്കി. അവര് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരല്ലേ? ഓക്കെ, എഴുതി നോക്കി. ഓക്കെ ആരതി. They said. ഓക്കെ പ്രിയ. ഓക്കെ ഐശ്വര്യ. They said we love India. We love India. We love India. Okay സന്ധ്യ. ഓക്കെ. ഓക്കെ ആരതി. ഓക്കെ പ്രിയ. യെസ്. ശ്രുതി, ലവ് പ്രസന്റൻസ് ആണ്. പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റും. തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ പാസ്റ്റിലേക്കോട്ട് മാറ്റും.
ഓക്കെ, അടുത്തൊരെണ്ണം പറയാം. ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ ഓക്കെ ശ്രുതി, ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ മെഹബിനി, അടുത്തൊരെണ്ണം പറയാം. കീ സെറ്റ്, കീ സെറ്റ്. You work in a, ഈ സെറ്റിന്റെ ഇൻവെർട്ടർ കോമ. You work in a bank, BANK, bank. ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യും. Okay, I will repeat the question. He said you work in a bank. അപ്പോ നേരത്തെ ഐ ആയിരുന്നു, ബിയും മതി. ഇവിടെ യു ആണ്. നീ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പൊ നീ എന്ന് പറയുന്ന ഒരാള് ചെന്ന് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവൻ പറഞ്ഞു ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. സംശയം ചോദിച്ചേക്കണം. കാരണം നമ്മള് ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിൽ മാറുമ്പോൾ ഏതൊക്കെ വാക്കുകൾ എങ്ങോട്ട് മാറുമ്പോൾ നമ്മൾ ആദ്യം എഴുതിയതാണ്. ഓക്കെ പ്രിയ, ആക്ച്വലി ചെറിയൊരു മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. ആ യുവില് ഒരു മിസ്റ്റേക്ക് കിടപ്പുണ്ട്. സാർ അവിടെ യു എന്നുള്ള സബ്ജക്റ്റ് മാറില്ലല്ലോ. നീ വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ അയാളോട് തന്നെ പോയി പറയല്ലേ. അത് ക്ലിയർ ആയില്ല. യു എന്നുള്ളത് അവിടെ സബ്ജക്റ്റ് മാറില്ലല്ലോ. അതെന്താ സംഭവം? ഓക്കെ ഓക്കെ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, നേരത്തെ ഓക്കെ ഓക്കെ ആരതി, ശരിയാണ്. ഓക്കെ, അപ്പൊ നേരത്തെ ഓക്കെ മെഹബിനി, നമ്മള് ഒരു സിമ്പിൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് ഓരോ വേർഡുകൾ മാറുന്നത് നമ്മൾ നേരത്തെ എഴുതിയിരുന്നില്ലേ മെഹബിനി? അതൊക്കെ ഒന്ന് വായിച്ചേ. ഐ എങ്ങോട്ട് മാറും? I, he, she. ഐശ്വര്യ, ഒരു മിനിറ്റ്. ഐശ്വര്യ, ഒരു ബോക്സ്, ഒരു സ്ഥലത്ത് ഡയറക്റ്റ്, അടുത്ത സ്ഥലത്ത് ഇൻഡയറക്റ്റ് ഒരു ഹെഡിങ് കൊടുക്കും. രണ്ട് സ്ഥലത്തായി. ഓക്കെ സർ. ഒരു സ്ഥലത്ത് ഡയറക്റ്റ്, അടുത്ത സ്ഥലത്ത് ഇൻഡയറക്റ്റ്. ഓക്കെ, എഴുതി. ഓക്കെ മേഘ, സാവകാശം വായിക്കും. ഐ ഡയറക്റ്റിന്റെ അടിയിൽ ഐ എന്നിട്ട് അതിന് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് ഇൻഡയറക്റ്റിന്റെ അടിയിൽ ഇന്ന് കോമഷി. ഐ എന്നുള്ളത് ഹിയോ എന്തോ ഇൻഡയറക്റ്റ്ലി എന്താണ് സാർ? ഹി കോമഷി. അറിയാൻ പാടാത്തത് കൂടി എഴുതിക്കൊണ്ടത്. ഇനി അടുത്ത് പറഞ്ഞോടത്ത് മേഘ പറഞ്ഞോട്ടു. അടുത്തത് മൈ. ഡയറക്റ്റിന്റെ അടിയിൽ മൈ, അത് ഇൻഡയറക്റ്റിന്റെ അവിടെ ആരോ മാർക്ക് ഇട്ട് ഹിസ് ഹെയർ. ഓക്കെ. ഇനി അടുത്തത് അവർ. ഡയറക്റ്റിന്റെ അടിയിൽ അവർ, OUR, അവർ, അത് ഇൻഡയറക്റ്റ് ആവുമ്പോ ദയർ, THEIR, ദയർ. അടുത്ത നെക്സ്റ്റ് വി, അടുത്ത ദേ. അസ്, US, ഇൻഡയറക്റ്റിന്റെ ഇടയിൽ ദം. ഇനി യു, അടുത്തത് യു, YOU. അത് I, V, ഐയും വിയും ആയി മാറും. നെക്സ്റ്റ് യുവർ, അത് മൈ, അവർ, OUR, അവർ.
ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ അത് ശരിയാ, ഇത്രയും മാറ്റങ്ങൾ വരും. അതായത് ഇപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്കിയേ, അവൻ പറഞ്ഞു നിങ്ങൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന ആളെ ഞാനിപ്പോ അശോകൻ എന്ന് വിളിക്കുകയാണ്. അശോകനോടാണ് പറയണത്. അശോകൻ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അശോകൻ എന്ന് വേറെ ആളോട് പറയുമ്പോ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്ന്. അപ്പൊ ഐശ്വര്യ ഇവിടെ സംശയം പറഞ്ഞത്, അവൻ അശോകനോട് പറയുന്നത് വേറൊരാൾ കേട്ടിട്ട് അയാൾ ചെന്ന് പറയണെങ്കിൽ എങ്ങനെ പറയും എന്ന രീതിയിലാണ് ഐശ്വര്യ ചിന്തിച്ചത്, അല്ലേ? അതെ അതെ. ആ, അവിടെ അങ്ങനെ വരണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരാളുടെ പേര് പറഞ്ഞു വിളിക്കണം, എന്നാലല്ലേ വേറെ അത് കേൾക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ എന്ന് അയാളോട് തന്നെയല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ നിങ്ങൾ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഒരു പേര് ചേർക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കി, ഐശ്വര്യ ചെന്നിട്ട് വേറെ ആളോട് പറയണത്, അവൻ പറഞ്ഞു നിങ്ങൾ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, അപ്പൊ അയാളായി പോവില്ലേ? പേരുണ്ടെങ്കിൽ ഐശ്വര്യ പറയുന്നത് ഓക്കെ ആക്കാം നമുക്ക്. അവിടെ പേരില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ടൊരു പേര് ചേർക്കണം. അതായത് ഹി ടോൾഡ് അശോകൻ ദാറ്റ് ഹി വർക്ക്ഡ് ഇൻ എ ബാങ്ക്. അപ്പൊ ശരിയാവും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഇത് എന്ന് പറയുന്ന പോലെ ആയിപ്പോ നമുക്കൊന്നും പിടിയിട്ടില്ല. ഒരു ഒക്കെ അവിടെ ഒരു പേരില്ലാത്തതുകൊണ്ട് അവൻ എന്ന് പറയുമ്പോ ഏതാണ് ആ അവൻ എന്നുള്ളത് പിടിയിട്ടുണ്ട്. ഇൻവെർട്ടർ കോമയുടെ പുറത്ത് കിടക്കണ അവനാണ് അല്ലെങ്കിൽ അകത്തുള്ളവനാണ് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ 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 ഓക്കെ. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഓക്കെ പ്രിയ, യു ആർ റൈറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നേരത്തെ എഴുതിയേക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ വരും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളാണ്. നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇത് നമുക്ക് കുറച്ചും കൂടി അങ്ങനെ ഡീപ്പായിട്ട് പോകണം. ഓക്കെ. യെസ്, എഴുതിക്കോ. They said ഇൻവെർട്ടർ കോമയിൽ എഴുതുക. we use our mobiles, mobiles. We use our mobiles. Yes. ഒന്ന് എഴുതി നോക്കി. They said ഇൻവെർട്ടർ കോമയിൽ we use our mobiles. ഞങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നു. അപ്പൊ എന്ത് പറയും? അവര് പറഞ്ഞു അവർ അവരുടെ മൊബൈൽ ഉപയോഗിക്കുന്നുവെന്ന്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി നമുക്കത്. ഓക്കെ പ്രിയ, വെരി ഗുഡ്. ഓക്കെ ശരിയാ. ഓക്കെ സന്ധ്യ. ഓക്കെ ആരതി. ഓക്കെ മെഹബിനി. പ്രിയ, അതിനകത്ത് ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. ദേ എന്ന് പറയുന്ന പേര് വിട്ടുപോയിട്ടുണ്ട്. യെസ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചു. അടുത്തത് he said.
ഇൻവെർട്ടഡ് കോമയില് I bring BRING. I bring my textbooks. I bring my textbooks. Inverted comma close here. Okay. Very simple. Okay, so Priya. Okay, Shirian. Okay, Aradi. Okay, Sandhya. Okay, Sudhi. Okay, Priya. Okay, Megha. Yes. Okay. നമുക്ക് അടുത്ത വാചകങ്ങളിലേക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അത് ആരൊരാളെ പിടിക്കാം. ആരതി, യെസ്, ആരതിയില്ല. പ്രിയ പോൾ. ഓക്കെ സുഖമായിട്ട് പെട്ടെന്ന്. ഓക്കെ ആരതി, ശരി. യെസ്. പ്രിയ, ഒരു ധൈര്യത്തിനൊരു രണ്ടുപേരെ കൂടി വിളിച്ചോ. അത് എനിക്ക് ഇവിടെ റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഓക്കെ ഭാരതി, കുഴപ്പമില്ല. ആര് വേണം? ബാക്കി രണ്ടുപേര് സ്ട്രോങ് ആയ കൂടെ ഉണ്ടായാൽ മതിയല്ലോ. യെസ്, ആര് വേണം? രണ്ടുപേര്. മിയ ജോണി. യെസ്. ഓക്കെ, അപ്പൊ സന്ധ്യ ഷിബു. ഓക്കെ, ഒരാളെ കൂടി വിളിച്ചോ. സന്ധ്യ ഷിബു ആണെങ്കിൽ രണ്ടുപേരും വേണ്ട, ഒരാൾ കൂടി മതി. യെസ്. അക്ഷര രതീഷ് ആണോ? അക്ഷര അല്ലേ? അതാന്ന് തോന്നുന്നു. അക്ഷര എന്ന് മാത്രം എനിക്ക് ഇഷ്ടമാണ്. അക്ഷരയാണോ അക്ഷയയാണോ എന്ന് അറിയത്തില്ല. അക്ഷര രതീഷ്. പ്രിയ ജോസ്. ഉണ്ട്. Yes. Yes, okay. So I am going to ask you some questions. All the answers should begin with the letters O. O എന്ന് വെച്ച് കഴിഞ്ഞാൽ HO. ആദ്യത്തെ അക്ഷരം H ആയിരിക്കും, രണ്ടാമത്തെ അക്ഷരം O ആയിരിക്കും. അപ്പൊ HOയിലാണ് ഓരോ വേർഡുകളും ആരംഭിക്കുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ ആരംഭിക്കുന്നത് H and O എന്ന് പറയുന്ന ലെറ്ററിലായിരിക്കും.
എച്ച് വെച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആൻസർ എന്റെ അടുത്ത ലെറ്റർ പോവുകയായിരിക്കും. ഓക്കെ, അപ്പൊ 6 ചോദ്യമാണ് ചോദിക്കുന്നത്. വെരി സിമ്പിൾ ആണ്, വെരി ഈസി ക്വസ്റ്റ്യൻ. എന്നോടൊപ്പം തന്നെ നിയമങ്ങൾ പഴയതുപോലെയൊക്കെ തന്നെ 1 മിനിറ്റ് എന്നുള്ളിൽ പറഞ്ഞാൽ മതി. 1 മിനിറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും പറയാം. ഓക്കെ ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: the opposite of guest, GUEST, guest. Opposite of guest. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ മേഘാബിലിനെ കൂടി പഠിക്കുന്നുണ്ട്. അപ്പൊ സന്ധ്യയുണ്ട്, ഷിബുണ്ട്. മേഘാബിലിക്കല്ലേ? ആർക്കാണ് ഒരു ഇത് പറഞ്ഞത്, റേഞ്ചിന്റെ പ്രശ്നം പറഞ്ഞത്? ഞാനും പ്രിയാണ്. സോറി, മേഘ പ്രിയ. ഓക്കെ ഓക്കെ ഓക്കെ. കേൾക്കാൻ പറ്റുന്നില്ല പ്രിയ ഞങ്ങൾ പറയണത്? കേൾക്കുന്നുണ്ട്, ചില നേരം പോവാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പ്രിയ കൂടി ഇത്തിരി നേരം കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോ വീണ്ടും പോവും. ഞാൻ അപ്പൊ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കുറെ നേരമായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, റേഞ്ച് ഉള്ളതോട്ട് മാറിയിരിക്കും. ഓക്കെ, അപ്പൊ സന്ധ്യ, അപ്പൊ ഇതിന്റെ ഉത്തരം പറഞ്ഞത് മേഘയാണ്. ഗസ്റ്റ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിഥി, അതിന്റെ ഓപ്പോസിറ്റ് ആതിഥേയൻ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ഹോസ്റ്റ് ആണ്, HOST, ഹോസ്റ്റ്. അപ്പൊ ആ ഒരു ചോദ്യം നമ്മൾ പുറത്തു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഗ്രൂപ്പിൽ പ്രിയുണ്ട്, പ്രിയ ജോസ് ഉണ്ട്, പ്രിയ പോൾ ഉണ്ട്, സന്ധ്യ ഷിബു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ്. 1 മിനിറ്റ് ഇവർക്ക് കൊടുക്കണേ. ഹോർട്ടിക്കൾച്ചർ. പ്രിയ ജോസിന്റെ സബ്ജക്ട് ഏതാണ്? പെട്ടെന്ന് പറഞ്ഞതിന്റെ പേര് ചോദിച്ചാൽ ഹോർട്ടിക്കൾച്ചർ. കറക്റ്റ് ആണ്, കറക്റ്റ് ആൻസർ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ക്രിസ്തുമസ് ഒക്കെ അടുത്ത് വരെയല്ലേ, അപ്പൊ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹൗ ഡസ് എ Santa means Santa Claus. How does a Santa laugh? അങ്ങനെയാണോ? എന്നുള്ളത് ചെറിയൊരു ഈ ഇതിന്റെ ചിരിക്ക് വ്യത്യാസമുണ്ട്. എന്നുള്ളത് ഞാൻ തരയാണ്. ഹോ 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 എന്നാണ്. ഹോ ഹോ ഹോ. നിങ്ങള് എവിടെയെങ്കിലും അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും സാന്റാക്ലോസിന്റെ ചിരി അങ്ങനെയാണ്. ഹോ 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 എന്നാണ്. HOHO. ഓക്കെ, സ്മൈല് വന്നുപോയി, അതാ. പെട്ടെന്ന് സ്മൈല് വന്നുപോയി, അതാണ്. ഹോഹോണ് ഉദ്ദേശിച്ചത്, അത് ഹാഹ ആയിപ്പോയെന്നാണല്ലേ. ഓക്കെ ഓക്കെ, പരിഗണിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലാർജ് 4-legged legged animal used for riding. ഹോഴ്സ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. 3 പേരും പറഞ്ഞ ഉത്തരം ശരിയാണ്, ഹോഴ്സാണ്. നെക്സ്റ്റ്, അത് വളരെ സിമ്പിൾ ആയിട്ട്. എ പീരീഡ് ഓഫ് 16 minutes is called hours. HOUR. Okay okay. A period of 60 minutes is called hour. Yes. Next question. A sweet food made by bees. BEES, bees. Alva. Honey. അല്ലേ? Yes. Correct answer ആണ് ഹണിയാണ്. ബീസിന്റെ സ്വീറ്റ് ഫുഡ് അങ്ങനെയല്ലേ പറഞ്ഞു? ഹണി. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the last question. Another word for being truthful.
another word for being truthful. truthful. Another word for being truthful. അവിടെ വന്നു ഹോണസ്റ്റി. Yes. Priya Paul, Priya Jose. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? Another word for, മറ്റൊരു word for truthful, being truthful. truthful. ഹോണസ്റ്റാ? Honest. Okay. ശരിയാണ് honest ആണ്. സാർ അതെ കടയിലെ ആള് വന്നോണ്ടാട്ടോ ഞാൻ പോയത്. ശരി. സോറി. ഇടക്ക് പറ്റണില്ല കേട്ടാ, കേൾക്കാൻ പറ്റും ഇടക്കിടക്ക്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഇത് ഐശ്വര്യയും ശ്രുതിയും ഇത് ആൻസർ എഴുതിയിട്ടിരുന്നു. ഓക്കെ. അപ്പോ 6 ചോദ്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. അപ്പൊ 5 ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ പ്രകടനം മോശമൊന്നുമല്ല, നിലവാരമുള്ള പ്രകടനം തന്നെയാണ്. ഓക്കെ. യെസ്. ഐശ്വര്യ, രണ്ടാമത്തെ ടീമിനെ നയിക്കാനായിട്ട് ഐശ്വര്യത്തിനെ വിളിക്കാം. ഐശ്വര്യ, യെസ് സർ. രണ്ടുപേരെ ഒന്ന് വിളിച്ചോ. ഓക്കെ. മോനിഷ. ഇവിടെ മോനിഷ? മോനിഷില്ല ഐശ്വര്യ. നസ്രിൻ. നസ്രിൻ ഫാസിൽ. യെസ്, നസ്രിൻ ഇല്ല. അപ്പൊ നമുക്ക് ശ്രുതിനെ വിളിക്കാം. ശ്രുതി നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ. ശ്രുതി സമിത്. യെസ് സർ. ഓക്കെ. അപ്പൊ ശ്രുതി ഉണ്ട്. പിന്നെ ഒരാളെ വിളിച്ചോളൂ ഐശ്വര്യ. റജീന ഷിഹാജ്. Regina is also not responding. അജിത്ത്. VS. Ajit VS is also not responding. ജെസ്സി. ആകെ നമുക്ക് 14 പേരേ ഉള്ളൂ. ഇനി ഒരാള് ധൈര്യസമയത്തോട് വന്നേ. ഐശ്വര്യ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചോണ്ടിരിക്കുകയാണ്. ഐശ്വര്യയുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരെയും വിളിച്ചോണ്ടിരിക്കുന്നത്. യെസ്, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മെഹബിനെ ജെസ്സി റെഡിയാണ്? എന്നോടാണോ? ജെസ്സി, സോറി, ഞാൻ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് എൻ്റർ ആയതേ ഉള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. 2 പുലികൾ കൂടെ ഉണ്ട്. ഐശ്വര്യമുണ്ട്, പിന്നെ വേറെ ആരാണ്? ശ്രുതി ഉണ്ട് അല്ലേ? ശ്രുതി അതെ. 2 ചോദ്യങ്ങൾ ചോദിക്കുന്ന 3 പേരും കൂടി ഉത്തരം പറയുന്നു. അത്രേ ഉള്ളൂ. നോ പ്രോബ്ലം. Okay. Very simple question. Then the question number 1. A tube used to water something. A tube used to water something. A tube used to water. സ്പ്രേ ആണോ? അല്ല, H ലെറ്ററിൽ ആരംഭിക്കണം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. A tube യൂസ് ടു കഴിഞ്ഞിട്ട് എന്താ? used to water. WATR, water. Used to water something.
ഹോസ് ആണോ? ഹോസ് ആണോ എന്നല്ല, ഹോസ് ആണ് കേട്ടോ. മേഘാബിനി അത് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയിരുന്നു കേട്ടെ. ഹോസ് എ ട്യൂബ്, കുഴല്, യൂസ്ഡ് ടു വാട്ടർ സംതിങ്, എന്തെങ്കിലും നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുഴല് പോലുള്ള സംഗതി. ഇത് എച്ച് വെച്ച് തുടങ്ങുന്നത് ഹോസാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എ ടൂൾ യൂസ്ഡ് ടു ക്യാച്ച് ഫിഷ്. എ ടൂൾ യൂസ്ഡ് ടു ക്യാച്ച് ഫിഷ്. റോഡ്. എന്താണ്? റോഡാണോ? റോഡ്. എച്ചിൽ ആരംഭിക്കണം. എച്ചിലോ? ഹൂക്ക്. ഹുക്ക് ഇസ് എ കറക്റ്റ് ആൻസർ. ഹുക്കാണ്, ശരിയാണ്. നമ്മുടെ ചൂണ്ടയുടെ ഒരു കുളത്തുണ്ടാവില്ല, ആ ചൂണ്ടനാരിന്റെ അറ്റത്ത് ഇടുന്ന ഒരു കുളത്ത്, അതിനാണ് നമ്മൾ ഹുക്ക് എന്ന് പറയാം. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. രണ്ട് ആൻസർ കറക്റ്റ് ആണ്. അടുത്തത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പുലികളാണ്. യെസ്, ചോദ്യം അല്പം നീണ്ടതാണ്, ശ്രദ്ധിച്ച് കേട്ടോ. എ വെഹിക്കിൾ that travels over the surface of land and water. I will repeat the question. A vehicle that travels on the surface of land and water, supported by the current of CURRENT, the current of air sent downwards. Supported by the current of air sent downwards. Aruthi, H കഴിഞ്ഞ അടുത്ത ലെറ്റർ O ആണ്. HO. H ആണ് ആദ്യത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം O ആയിരിക്കും. I will repeat the question. A vehicle that travels over the surface of the land and water, supported by current of air sent downwards. ഏതാണ്ടൊരു ഹൗസ് ബോട്ട് പോലെയൊക്കെ ഇരിക്കും സംഗതി. യെസ്, ആർക്കെങ്കിലും അറിയില്ല സർ. അറിയില്ല. ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും എനിബഡി? ഓക്കെ, കുഴപ്പമില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടതാണ്. ഹോവർ ക്രാഫ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. HOVER, ഹോവർ ക്രാഫ്റ്റ്, CRAFT. അത് കരയിലൂടെ പോവും, വെള്ളത്തിലൂടെ പോവും, കരയിൽ നിന്ന് വെള്ളത്തിലൂടെ കയറി ഇങ്ങോട്ട് വരും. അത് ഹോവർ ക്രാഫ്റ്റ്. ഓക്കെ 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 ഓക്കെ. Yes. Next. Another word for burrow. BURROW. Another word for burrow. ഈ മുയലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ മാളങ്ങളിലെ, അതിനെയാണ് നമ്മൾ ബറോ എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനദർ വേർഡ് ഫോർ ബറോ. ടണലാണോ? എച്ചിന് തുടങ്ങുന്ന ശ്രുതി H. വളരെ സിമ്പിളായ വാക്കാണ്, എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. ഹോൾ തന്നെയാണോ? ഹോളാണോ? കറക്റ്റ്. ഓക്കെ ഓക്കെ, ശ്രുതിയിലേക്ക് തന്നെ കൊടുക്കാൻ മാർക്ക്. ഓക്കെ, ശ്രുതി ഹോള്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ വലിയ വലിയ വാക്കുകൾ അന്വേഷിച്ചു പോയി, അതാണ് പറ്റിയത്. യെസ്,
എച്ചിൽ ആരംഭിക്കുക, രണ്ടാമത്തെ അക്ഷരം ഓ ആയിട്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഹോൾ ആണ്. ഐ വിൽ ആസ്ക് യു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് വെരി ഈസി ക്വസ്റ്റ്യൻ. A team game in which the players use curved, C-U-R-V-E-D, curved stick. A team game. Okay, 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 okay. ശരിയാ, കറക്റ്റ് ആണ്. ഇവിടെ സിസിലിയും പറഞ്ഞിരുന്നു, അല്ല പ്രിയ ജോസും പറഞ്ഞിരുന്നു. ഓക്കെ 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 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രകടനം മോശമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരെണ്ണോ വിട്ടുപോയുള്ളൂ. അത് നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള വാക്കാവാൻ വഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് വിട്ടുപോയത്. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഇപ്പോഴും നിങ്ങൾ ഇംഗ്ലീഷൊക്കെ ഓരോ ദിവസവും ഓരോ വാക്കുകൾ വെച്ച് പഠിക്കുന്നുണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചോദിച്ചതാണ്. ഈ പ്രാവശ്യവും നിങ്ങൾ വിജയിക്കുകയും ഞാൻ പരാജയപ്പെടുകയും ചെയ്തു. പകുതി കൂടുതൽ നിങ്ങൾ പറയാതെ ഇരുന്നെങ്കിലും മാത്രമേ ഞാൻ വിജയിക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി നമുക്ക് വീണ്ടും റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മടങ്ങി വരാനുണ്ട്. യെസ്. ബോയ്സ് സെറ്റ്, BOYS, ബോയ്സ് സെറ്റ്. റിപ്പോർട്ട് സ്പീച്ചിന് ഞാനൊരു ഇടവേള തന്നതാണ്. റിലാക്സ്. ബോയ്സ് സെറ്റ്, ബോയ്സ് സെറ്റ്. ഇനി ഇവിടെ കോമയില് we play cricket. We play cricket for the school, SCHOOL, school team, TEAM, team. സർ ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് എന്താണ്? School, for school team, for school team. I will repeat the question. Boys said, we play, PLAY, play cricket for the school team. Cricket for the school team. സാർ ഒന്നുകൂടെ പറയാവോ? കട്ടായി പോവാ. Okay, no problem, no problem. Boys said. ബോയ്സ് സെഡ്. BOYS, boys. ഓക്കെ ബോയ്സ്. ഓക്കെ ആ വേർഡായിരുന്നു. ഓക്കെ താങ്ക് യു. പ്ലേഡ് ആണോ? And play, PLAY, play. We play. Aishwarya and Priya. Priya, correct. Boys said we play cricket for the school team. Okay, Anadi. Okay, Sandhya. Okay, Megha. Okay, Priya Paul. Okay, Shruti Samit.
ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ആൻസർ ഒന്ന് വായിക്കാം. ബോയ്സ് സെഡ് ദാറ്റ്, ബി എന്ന് പറഞ്ഞാൽ ബോയ്സ് തന്നെയാണ്. അപ്പൊ ഒരു പ്രാവശ്യം ബോയ്സ് പറഞ്ഞാൽ പിന്നെ ദേ എന്ന് പറഞ്ഞാൽ മതി. They played cricket, played cricket for the school team. Okay, അടുത്തത് he said. He said. ഇനി ഇൻവെർട്ടഡ് കോമയില് you love LOVE, love your mother. You love your mother. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ആ, എനിക്കുള്ള കുഴപ്പമില്ല. He said. ഇൻവെർട്ടഡ് കോമയില് you love your mother. നീ നിന്റെ അമ്മയെ സ്നേഹിക്കുക. ആ, ഓക്കെ പ്രിയ. ശരിയാ, ടെൻസും അറിയില്ല. ആ, ശരി. ഓക്കെ. ആ, ഓക്കെ ആരതി. ആ, ഓക്കെ സന്ധ്യ. ഓക്കെ മേഘ. ആ, ഓക്കെ പ്രിയ, അപ്പോൾ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ആരെങ്കിലും? യെസ്. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. കാരണം അതൊന്ന് നിങ്ങൾക്ക് ആ പ്രോനൗണൊക്കെ എങ്ങോട്ട് മാറും എന്നുള്ള കാര്യം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് ആരംഭിക്കാം. ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇത് മാത്രം പഠിച്ചിരുന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. ഓക്കെ, യെസ്. The remaining part we will discuss in the next class, next day. Okay, bye. Thank you, sir. Thank you, sir. Okay. താങ്ക് യു സർ. തുറന്നു. നിങ്ങളൊക്കെ സാറിന്റെ ക്ലാസ് കറക്റ്റ് ആയിട്ട് കൂടുന്നവരാണോ?